നീലേശ്വരത്തെ സർവീസ് റോഡിന്റെയും ഓവുചാലിന്റെയും നിർമ്മാണം ജൂൺ 22-നകം പൂർത്തീകരിക്കാൻ RDOയുടെ കർശന നിർദ്ദേശം. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ കർശന നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും സ്ഥലത്ത് സന്ദർശനം നടത്തിയ ശേഷം RDO മുന്നറിയിപ്പ് നൽകി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിലെ സർവീസ് റോഡിന്റെയും ഓവുചാലിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്കിനെ തുടർന്ന് ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് RDO KR മനോജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ RDOയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ നിർമ്മാണ കരാറുകാരായ മേഘ കൺസ്ട്രക്ഷൻസിലെ പ്രതിനിധികളും ജനകീയ സമരസമിതി ഭാരവാഹികളും പങ്കെടുത്തു. നേരത്തെ തീരുമാനിച്ചത് പ്രകാരം ജൂൺ 22-നകം നിർദ്ദിഷ്ട പണികളെല്ലാം പൂർത്തിയാക്കണമെന്നും ഇതിന്റെ പുരോഗതി വിലയിരുത്താൻ ജൂൺ 20-ന് വീണ്ടും ഒരു അവലോകന യോഗം ചേരുമെന്നും RDO വ്യക്തമാക്കി. പണികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാത്ത പക്ഷം കരാർ കമ്പനിക്കെതിരെ കർശനമായ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് ജില്ലാ കലക്ടറുടെ ചേംബറിൽ കഴിഞ്ഞ മാസം 21-ാം തീയതി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ മാസം 22-നുള്ളിൽ ഇവിടുത്തെ ഡ്രെയിനേജിൻ്റെയും സർവീസ് റോഡിൻ്റെയും പണി പൂർത്തിയാക്കണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം മഴ മാറി നിന്നിട്ട് പോലും ഇവിടെ നടക്കുന്ന വർക്കുകൾ വളരെ ഒച്ചിൻ്റെ വേഗത്തിലാണ് എഴുതി നീങ്ങുന്നത് എന്ന് ജനകീയ സമരസമിതി അധികൃതരുടെ മുന്നിൽ ഉണർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ 10:30-ക്ക് കാഞ്ഞങ്ങാട് RDOയുടെ ചേംബറിൽ വെച്ച് ഒരു യോഗം വിളിക്കുകയുണ്ടായി. ആ യോഗത്തിൽ ജനകീയ സമരസമിതി അംഗങ്ങൾ വിശദീകരിച്ച ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഡ്രെയിനേജിൻ്റെ ആയാലും സർവീസ് റോഡിൻ്റെ ആയാലും അതുപോലെ തിരൂർ റോഡിൽ ഇന്നലെ ഉണ്ടായ സംഭവവും പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള അണ്ടർപാസിൻ്റെ അവിടെ ആ സ്ലാബ് പൊട്ടിയതും പിന്നെ നീലേശ്വരം പാലത്തിൻ്റെ അടിയിൽ പുതിയ പാലം പണിതപ്പോൾ മണ്ണ് അവിടെ ഡെബ്രി അവിടെ തന്നെ അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ വിഷയങ്ങളൊക്കെ നമ്മൾ നിർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ RDO ഇന്ന് വൈകിട്ട് 4 മണിക്ക് സ്ഥലം സന്ദർശിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ ഈ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി ഇന്ന് രാത്രി തന്നെ ഇവിടെ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ടാർ ചെയ്യണമെന്നും അതുപോലെ ഡ്രെയിനേജിൻ്റെയും സർവീസ് റോഡിൻ്റെയും പണി ഈ മാസം 22-നുള്ളിൽ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർക്കണമെന്നും മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനകീയ സമരസമിതിയെ പ്രതിനിധീകരിച്ച് TCV ശ്രീനാഥ് ശശി, D രാജൻ, മുഹമ്മദ് കോട്ടായി, പ്രകാശൻ കൊട്ടറ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് RDO സ്ഥലത്ത് സന്ദർശനം നടത്തി നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. മാർക്കറ്റ് ജംഗ്ഷനിൽ അശാസ്ത്രീയമായി ജെല്ലിപ്പൊടിയിട്ട് കുഴികൾ നികത്തിയത് കാരണം കടുത്ത പൊടിച്ചില്യത്താൽ ജനജീവിതം ദുസ്സഹമായ അവസ്ഥ സമരസമിതി ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഈ ഭാഗത്തെ ടാറിംഗ് ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കണമെന്ന് RDO കരാർ കമ്പനിക്ക് കർശന നിർദ്ദേശം നൽകി. രാജാ റോഡ് മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഡ്രെയിനേജ് പണിയിൽ രണ്ടാമതൊരു ഇലക്ട്രിക് പോസ്റ്റിന് സമീപം ഓവുചാൽ വീണ്ടും വളച്ചുകൊണ്ട് നിർമ്മിക്കുന്നതിന് തെളിവുകൾ സമരസമിതി നിരത്തിയിരുന്നു. സ്ഥലം നേരിൽ കണ്ട് ഈ അപാകത വിലയിരുത്തിയ RDO ഇത് എത്രയും വേഗത്തിൽ പരിഹരിക്കാനും ഉത്തരവിട്ടു. നീലേശ്വരം പുഴയിൽ പുതിയ പാലം പണിതപ്പോൾ മണ്ണിട്ട് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടഞ്ഞിരുന്നു. മഴ കനക്കുന്ന വേളയിൽ പുഴയുടെ സ്വാഭാവിക ഒഴുക്കിലുണ്ടാകുന്ന തടസ്സം എത്രയും പെട്ടെന്ന് നീക്കണമെന്നും കരാർ കമ്പനിയോട് RDO ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനകീയ സമരസമിതിയുടെ തുടർച്ചയായതും ശക്തവുമായ ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള ആശാവഹമായ കാര്യങ്ങൾക്കുള്ള നടപടികളിലേക്ക് അധികൃതരെ എത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.